മനുഷ്യ ചരിത്രത്തിലുടനീളം രാത്രി ആകാശത്തിൽ തിളങ്ങുന്ന വസ്തുക്കളെ നോക്കി ഈ തിളങ്ങുന്ന വസ്തുക്കൾ എന്തായിരിക്കുമെന്ന് മനുഷ്യൻ എപ്പോഴും ചോദിച്ചിരുന്നു. ആ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ തേടിയുള്ള പ്രയാണത്തിനിടയിൽ സൗരയൂഥത്തിൽ മറഞ്ഞുകിടന്ന പല രഹസ്യങ്ങളും നമ്മൾ കണ്ടെത്തി. തുടക്കത്തിൽ സമീപ ഗ്രഹങ്ങളെ മാത്രമേ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിരുന്നുള്ളൂ. എന്നാൽ സാങ്കേതിക വിദ്യകൾ കൂടുതൽ സങ്കീർണമായപ്പോൾ സൗരയൂഥത്തിൽ മറഞ്ഞിരുന്ന പുതിയ വസ്തുക്കളെ നമ്മൾ കണ്ടെത്താൻ തുടങ്ങി. ഐസ് ജയന്റ് ലോകങ്ങൾ, വാതക ഭീമൻ ഗ്രഹങ്ങൾ, മറ്റ് ഗ്രഹങ്ങൾക്ക് ചുറ്റുമുള്ള ഉപഗ്രഹങ്ങൾ, തണുത്തുറഞ്ഞ കുള്ളൻ ഗ്രഹങ്ങൾ, അങ്ങനെ ഒരുപാട് ലോകങ്ങളെ കണ്ടെത്തി. എന്നാൽ അസാധാരണമായ നിഗൂഢതകൾ അനാവരണം ചെയ്യുന്ന സൗരയൂഥത്തിന്റെ അജ്ഞാതമായ വിശാലതയിൽ കാലത്തിന്റെ മൂടൽമഞ്ഞിൽ മറഞ്ഞുപോയ ഒരു ലോകമുണ്ട്. നക്ഷത്രങ്ങൾക്കിടയിൽ നഷ്ടമായ ഒരു പുരാതന ഗ്രഹം. അതിനെ അറിയാതെ ബഹിരാകാശത്തിന്റെ അഗാധത്തിലേക്ക് മനുഷ്യൻ ഏറെ കാലമായി ടുറ്റുനോക്കുകയായിരുന്നു. അതാണ് പ്ലാനറ്റ് ഫെയ്റ്റൺ, സൗരയൂഥത്തിലെ അജ്ഞാതമായ 5ാമത്തെ ഗ്രഹം. എന്താണ് ഈ ഗ്രഹത്തിന്റെ പ്രത്യേകതകൾ? ശരിക്കും ഈ ലോകം ഇപ്പോൾ എവിടെയാണ്? നമുക്ക് നോക്കാം. സൗരയൂഥത്തിലെ അജ്ഞാതമായ ഗ്രഹങ്ങളെക്കുറിച്ചുള്ള ആശയം പണ്ട് മുതലേ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഓരോ കാലത്തിലും വ്യത്യസ്തമായ കാരണങ്ങളാൽ വ്യത്യസ്തമായ രീതികളിലാണ് ഇത്തരം ആശയങ്ങൾ മുന്നോട്ട് വരുന്നത്. ഉദാഹരണത്തിന് പ്ലാനറ്റ് വൾക്കൻ. സൂര്യന്റെ ഏറ്റവും അടുത്ത് നിലനിൽക്കുന്നത് വൾക്കൻ എന്നൊരു ഗ്രഹമായിരിക്കുമെന്നാണ് 1800കളിൽ കരുതിയിരുന്നത്. ഏറ്റവും അടുത്തെന്ന് വെച്ചാൽ മെർക്കുറിയേക്കാൾ സമീപത്തിൽ. ആ കാലത്തിലെ നിരവധി പ്രധാന ജ്യോതിശാസ്ത്രജ്ഞർ ഈ ഗ്രഹത്തിനെ അവരുടെ ടെലിസ്കോപ്പുകളിലൂടെ കണ്ടിട്ടുമുണ്ട്. എന്നാൽ അങ്ങനെ ഒരു ഗ്രഹം യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നില്ല. അവർ കണ്ടുവെന്ന് അവകാശപ്പെട്ടതെല്ലാം സൂര്യന്റെ ഉപരിതലത്തിൽ ഉണ്ടാകുന്ന സൺസ്പോട്ട്സ് എന്ന പ്രതിഭാസങ്ങളായിരുന്നു. ശേഷം 20ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ നെമസിസ് എന്ന മറ്റൊരു നിഗൂഢ ലോകത്തിന്റെ ആശയം മുന്നോട്ട് കൊണ്ടുവന്നു. ഇടയ്ക്കിടയ്ക്ക് ഭൂമിയിൽ വംശനാശങ്ങൾ സംഭവിക്കുന്നതിന്റെ വിശദീകരണമായിട്ടാണ് നെമസിസ് ഗ്രഹമെന്ന ആശയം ഉദിച്ചത്. സിദ്ധാന്തമനുസരിച്ച് സൗരയൂഥത്തിന്റെ അതിരിൽ എവിടെയോ മറഞ്ഞിരിക്കുന്ന ഒരു ഭീമാകാരമായ ബ്രൗൺ ഡ്വാർഫാണ് നെമസിസ്. നക്ഷത്രങ്ങളാകാൻ ശ്രമിച്ച് പരാജയപ്പെട്ടു പോയ വസ്തുക്കളാണ് ബ്രൗൺ ഡ്വാർഫുകൾ. ഇതിന്റെ ഗുരുത്വാകർഷണ ബലത്തിന്റെ ആധിക്യം കാരണം ഉൽക്കകൾ വന്ന് ഭൂമിയിൽ പതിക്കുന്നതിനാൽ ഇടയ്ക്കിടയ്ക്ക് ഭൂമിയിൽ വംശനാശങ്ങളും സംഭവിക്കുന്നു. ഇതായിരുന്നു നെമസിസ് സിദ്ധാന്തത്തിന് പിന്നിലെ വിശദീകരണം. എന്നാൽ അത്തരമൊരു ഗ്രഹത്തിനെ ആരും തന്നെ കണ്ടെത്തിയിട്ടില്ല. ശേഷം നെപ്റ്റ്യൂണിനും അപ്പുറത്ത് നിലനിൽക്കുന്നുണ്ടെന്ന് കരുതപ്പെടുന്ന പ്ലാനറ്റ് എക്സ് എന്നൊരു ഗ്രഹത്തിനു വേണ്ടി ലോകത്തിലെ പല ശാസ്ത്ര സംഘങ്ങളും ഇപ്പോൾ നിരന്തരമായിട്ട് അന്വേഷണങ്ങൾ നടത്തുകയാണ്. പക്ഷെ ഇതുവരെ അങ്ങനെ ഒരു ഗ്രഹത്തിനെയും കണ്ടെത്തിയിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ സൗരയൂഥത്തിന്റെ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന അജ്ഞാതമായ ഗ്രഹങ്ങളെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എപ്പോഴും നമ്മൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു രസകരമായ ഗ്രഹമാണ് പ്ലാനറ്റ് ഫെയ്റ്റൺ. ജൂപ്പിറ്ററിനും മാർസിനും ഇടയിൽ നിലനിൽക്കുന്നുണ്ടെന്ന് കരുതപ്പെട്ടിരുന്ന ഒരു സൈദ്ധാന്തിക ലോകമാണ് ഫെയ്റ്റൺ. 1781 ജർമ്മൻ ബ്രിട്ടീഷ് ജ്യോതിശാസ്ത്രജ്ഞനായ വില്യം ഹെർഷൽ യുറാനസിനെ കണ്ടെത്തി. അതോടെ സൗരയൂഥ ഗവേഷണത്തിൽ എല്ലാവരിലും പുതിയൊരു താൽപ്പര്യമുണർന്നു. അതിന്റെ പ്രധാന കാരണം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി സൗരയൂഥത്തിൽ പുതുതായി കണ്ടെത്തിയ ഗ്രഹമായിരുന്നു യുറാനസ്. അത്രയും കാലം വരെ സാറ്റേണിനും അപ്പുറം മറ്റൊരു ഗ്രഹമില്ല എന്നാണ് കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ യുറാനസിന്റെ കണ്ടെത്തൽ അന്ന് വലിയൊരു വിസ്മയമായിരുന്നു. അതുമാത്രമല്ല, ഇനിയും ഇതുപോലെ വേറെയും ഗ്രഹങ്ങൾ സൗരയൂഥത്തിൽ ഉണ്ടായിരിക്കുമെന്ന് അന്നത്തെ ജ്യോതിശാസ്ത്രജ്ഞർക്ക് തോന്നി. അങ്ങനെ അടുത്ത ഗ്രഹത്തിനെ കണ്ടെത്തുന്നത് ഞാനായിരിക്കുമെന്ന പ്രതീക്ഷയിൽ എല്ലാ ആസ്ട്രോണമേഴ്സും ആകാശത്തിലേക്ക് നോക്കാൻ തുടങ്ങി. പുതിയ ഗ്രഹത്തിനെ കണ്ടെത്തുന്നയാളുടെ പേര് ചരിത്രത്തിൽ എഴുതപ്പെടുമെന്ന് അവർക്കറിയാമായിരുന്നു. പക്ഷേ പുതിയൊരു ഗ്രഹത്തിനെ തേടുക എന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല. എന്നാൽ ആ കാലഘട്ടത്തിൽ പുതിയ ഗ്രഹങ്ങളെ തേടാൻ സഹായിക്കുന്ന ഒരു മാത്തമാറ്റിക്കൽ മെത്തേഡ് ഉണ്ടായിരുന്നു. ടൈറ്റിയസ് ബോർഡ് ലോ എന്നാണ് ആ മെത്തേഡിനെ പറയുന്നത്. ജർമ്മൻ ജ്യോതിശാസ്ത്രജ്ഞരായ ജൊഹാൻ ഡാനിയൽ ടൈറ്റസും ജൊഹാൻ എലർച്ച് ബോർഡും ചേർന്നാണ് ഈ നിയമം കണ്ടെത്തിയത്. ഈ നിയമപ്രകാരം സൂര്യനിൽ നിന്നും അകലുന്നതിനനുസരിച്ച് ഒരു ഗ്രഹത്തിൽ നിന്നും അടുത്ത ഗ്രഹത്തിലേക്കുള്ള ദൂരം ഏകദേശം ഇരട്ടിയായിക്കൊണ്ടിരിക്കും. അതുവരെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്ന ഗ്രഹങ്ങളുടെ കാര്യത്തിൽ ഈ നിയമം ഒരു പരിധിവരെയെങ്കിലും ശരിയായിരുന്നു. പുതുതായി കണ്ടെത്തിയ യുറാനസിന്റെ കാര്യത്തിലും ഈ നിയമം ശരിയായിരുന്നു. പക്ഷേ ഈ നിയമപ്രകാരം സൗരയൂഥത്തിലെ ഒരു ഗ്രഹം മിസ്സിംഗ് ആണ്. മാർസിനും ജൂപ്പിറ്ററിനും ഇടയിൽ, കൃത്യമായി പറഞ്ഞാൽ സൂര്യനിൽ നിന്നും ഏകദേശം 42 കോടി കിലോമീറ്ററുകൾക്കകലെ ഒരു ഗ്രഹം ഉണ്ടായിരിക്കേണ്ടതാണ്.
അങ്ങനെ ജൂപ്പിറ്ററിനും മാർസിനും ഇടയിൽ ഒരു ഗ്രഹം മിസ്സിംഗ് ആണെന്ന് മനസ്സിലായതോടെ വലിയൊരു ശതമാനം ജ്യോതിശാസ്ത്രജ്ഞരും ഈ കാണാതെ പോയ ഗ്രഹത്തിനു വേണ്ടിയുള്ള തിരച്ചിൽ തുടങ്ങി. ഒടുവിൽ 1801 ഒരു ഇറ്റാലിയൻ ആസ്ട്രോണമറായ പിയാസി നക്ഷത്രങ്ങൾക്കിടയിലൂടെ മന്ദം മന്ദം നീങ്ങുന്ന ഒരു തിളക്കമാർന്ന വസ്തുവിനെ കാണാതെ പോയ ഗ്രഹത്തിന്റെ സ്ഥാനത്തിൽ കണ്ടെത്തി. അദ്ദേഹം ഈ വസ്തുവിന് റോമൻ ഐതിഹ്യത്തിലെ കൃഷിയുടെ ദേവിയായ സിറീസ് എന്ന് പേര് നൽകി. സൂര്യനിൽ നിന്നും ഏകദേശം 41 കോടി കിലോമീറ്ററുകൾക്കകലെ നിൽക്കുന്ന സിറീസ് ടൈറ്റിയസ് ബോർഡ് ലോ കൃത്യമായി പാലിക്കുന്നുണ്ട്. മറ്റ് ഗ്രഹങ്ങളെ അപേക്ഷിച്ച് ഈ ഗ്രഹം വളരെ മങ്ങിയതായിരുന്നതിനാൽ ഇത് വളരെ ചെറിയൊരു ലോകമാണെന്ന കാര്യം അവർക്ക് മനസ്സിലായിരുന്നു. ബോർഡ് ലോ കൃത്യമായി പാലിക്കുന്നതിനാൽ കാണാതെ പോയ ഗ്രഹം ഇത് തന്നെയായിരിക്കുമെന്നാണ് അന്ന് വലിയൊരു ശതമാനം പേരും കരുതിയത്. അങ്ങനെ സൗരയൂഥത്തിലെ യഥാർത്ഥ അഞ്ചാമനെ കണ്ടെത്തി. ശാസ്ത്രലോകമെല്ലാം വളരെ വലിയ സന്തോഷത്തിലായിരുന്നു. എന്നാൽ ആ സന്തോഷം വളരെ പെട്ടെന്ന് തന്നെ മങ്ങിപ്പോയി. കാരണം 1802 അതായത് വെറും ഒരു വർഷത്തിനു ശേഷം ഏകദേശം അതേ ദൂരത്തിൽ തന്നെ പല്ലാസ് എന്ന മറ്റൊരു ഗ്രഹത്തിനെയും കൂടെ കണ്ടെത്തി. വീണ്ടും 1804 ജൂണോ എന്ന ഗ്രഹത്തിനെ കണ്ടെത്തി. പിന്നെ 1807 വെസ്റ്റ് എന്നൊരു ഗ്രഹത്തിനെ കണ്ടെത്തി. ഈ വസ്തുക്കളെല്ലാം സിറീസിന്റെ അതേ ഓർബിറ്റിൽ തന്നെയുള്ളവയാണ്. അങ്ങനെ ഏതാനും ചില വർഷങ്ങൾക്കുള്ളിൽ സൗരയൂഥത്തിൽ 11 ഗ്രഹങ്ങളായി. സിറീസിന്റെ സ്ഥാനത്തിൽ കണ്ടെത്തിയ വസ്തുക്കളെല്ലാം ഗ്രഹങ്ങളുടെ പട്ടികയിൽ പെടുത്തുന്നതിന് പകരം പുതിയൊരു ഗണത്തിൽ പെടുത്തേണ്ട വസ്തുക്കളാണെന്ന് അപ്പോൾ തന്നെ ജ്യോതിശാസ്ത്രജ്ഞർക്ക് തോന്നിയിരുന്നു. ഒടുവിൽ 1846 അവസാനത്തെ ഗ്രഹമായ നെപ്റ്റ്യൂണിനെ കണ്ടെത്തി. പക്ഷേ നെപ്റ്റ്യൂൺ ഒരു പ്രശ്നമുണ്ടായിരുന്നു. എന്തെന്നാൽ ഇത് ടൈറ്റിയസ് ബോർഡ് ലോ പാലിക്കുന്നില്ല. ടൈറ്റിയസ് ബോർഡ് ലോ അനുസരിച്ച് നെപ്റ്റ്യൂൺ ഏകദേശം 600 കോടി കിലോമീറ്ററുകൾക്കകലെയാണ് നിലനിൽക്കേണ്ടത്. എന്നാൽ അത് നിലനിൽക്കുന്നത് ഏകദേശം 450 കോടി കിലോമീറ്ററുകൾക്കകലെയാണ്. അങ്ങനെയാണെങ്കിൽ ടൈറ്റിയസ് ബോർഡ് ലോ യഥാർത്ഥത്തിൽ വെറും ഒരു യാദൃശ്ചികത്വം മാത്രമാണെന്ന കാര്യം അന്നത്തെ ജ്യോതിശാസ്ത്രജ്ഞർ തിരിച്ചറിഞ്ഞു. ഒടുവിൽ 1860കളിൽ സിറീസിന്റെ സ്ഥാനത്തിൽ കണ്ടെത്തിയ വസ്തുക്കളും ഗ്രഹങ്ങളും തമ്മിൽ കൃത്യമായ വ്യത്യാസമുണ്ടെന്ന വസ്തുത ഭൂരിപക്ഷം ജ്യോതിശാസ്ത്രജ്ഞരും അംഗീകരിച്ചു. അങ്ങനെയാണ് കാലക്രമേണ അവയുടെ പേര് മാറ്റി ആസ്ട്രോയിഡ്സ് എന്ന് പേര് നൽകിയത്. അവ നിലനിൽക്കുന്ന മേഖലയ്ക്ക് ആസ്ട്രോയിഡ് ബെൽറ്റ് എന്നും പേര് നൽകി. അങ്ങനെ അഞ്ചാമത്തെ ഗ്രഹത്തിനെ കണ്ടെത്തി ഏതാനും ചില ദശകങ്ങൾക്കുള്ളിൽ തന്നെ അങ്ങനെ ഒരു ഗ്രഹം നിലനിൽക്കുന്നില്ല എന്നും അതിന്റെ സ്ഥാനത്തിൽ ദശലക്ഷക്കണക്കിന് ചെറിയ പാറക്കഷ്ണങ്ങൾ അതായത് ആസ്ട്രോയിഡ്സ് മാത്രമാണുള്ളതെന്നും കണ്ടെത്തി. പക്ഷേ ഈ പാറക്കഷ്ണങ്ങളൊക്കെ എവിടെ നിന്നും വന്നവയാണ്? 1823 ഒരു ജർമ്മൻ ജ്യോതിശാസ്ത്രജ്ഞനായ ഹെൻറിച്ച് വോൾബേഴ്സ് അജ്ഞാതമായ അഞ്ചാമത്തെ ഗ്രഹത്തിനെക്കുറിച്ച് ഒരു സിദ്ധാന്തം മുന്നോട്ട് വെച്ചു. ആസ്ട്രോയിഡ് ബെൽറ്റിൽ സ്ഥിതി ചെയ്യുന്ന പല്ലാസ് എന്ന ഉൽക്കയെ കണ്ടെത്തിയതും ഇദ്ദേഹമായിരുന്നു. ഇദ്ദേഹത്തിന്റെ സിദ്ധാന്തമനുസരിച്ച് പണ്ടൊരു കാലത്തിൽ മാർസിന്റെയും ജൂപ്പിറ്ററിന്റെയും ഇടയിൽ വലിയൊരു ഗ്രഹം നിലനിന്നിരുന്നു. എന്നാൽ എന്തോ കാരണത്താൽ ഒരിക്കൽ അത് പൊട്ടിത്തെറിച്ചു നശിച്ചുപോയി. ആ പാറക്കഷ്ണങ്ങളാണ് ഇപ്പോൾ ആസ്ട്രോയിഡ് ബെൽറ്റിൽ നിലനിൽക്കുന്നത്. പണ്ട് നിലനിന്നിരുന്നുവെന്ന് കരുതപ്പെട്ട സാങ്കല്പിക ഗ്രഹത്തിന് അദ്ദേഹം ഒരു പേര് നൽകി. അതാണ് പ്ലാനറ്റ് ഫെയ്റ്റൺ. ഗ്രീക്ക് ഐതിഹ്യത്തിൽ സിയൂസ് ദേവനാൽ തകർക്കപ്പെട്ട ഒരു കഥാപാത്രമാണ് ഫെയ്റ്റൺ. അതുകൊണ്ടാണ് ഈ തകർന്നുവെന്ന് കരുതപ്പെടുന്ന ഗ്രഹത്തിനും അദ്ദേഹം ഫെയ്റ്റൺ എന്ന് പേര് നൽകിയത്. പക്ഷേ എങ്ങനെയാണ് ഫെയ്റ്റൺ ഗ്രഹം തകർന്നത്? ഫെയ്റ്റൺ സിദ്ധാന്തപ്രകാരം ഫെയ്റ്റൺ ഗ്രഹം തകർന്നതിന് പ്രധാനമായും 4 സാധ്യതകളുണ്ട്. ഒന്നാമത്തെ സാധ്യത എന്നത് ഒരുപക്ഷെ ഫെയ്റ്റൺ ജൂപ്പിറ്ററിന്റെ ഒരുപാട് അടുത്തു പോയപ്പോൾ ജൂപ്പിറ്ററിന്റെ അതിശക്തമായ ഗ്രാവിറ്റിയിൽ കുടുങ്ങുകയും അത് കാരണം ഫെയ്റ്റൺ പൊടിഞ്ഞു പോവുകയും ചെയ്തതായിരിക്കാം. രണ്ടാമത്തെ സാധ്യത എന്താണെന്നാൽ ചിലപ്പോൾ മറ്റൊരു വലിയ ബഹിരാകാശ വസ്തുവെന്ന് ഫെയ്റ്റൺ ഗ്രഹവുമായി കൂട്ടിയിടിച്ചപ്പോൾ അതിന്റെ ആഘാതത്തിലായിരിക്കും അത് തകർന്നത്. മൂന്നാമത്തെ സാധ്യത എന്നത് പണ്ട് സൗരയൂഥത്തിൽ സൂര്യന് പുറമെ നക്ഷത്രമാകാൻ ശ്രമിച്ച് പരാജയപ്പെട്ടു പോയ നെമസിസ് എന്നൊരു ബ്രൗൺ ഡ്വാർഫ് കൂടെ ഉണ്ടായിരുന്നു. അത് കാരണമായിരിക്കും ഫെയ്റ്റൺ ഗ്രഹം നശിച്ചത്. നാലാമതായി ഫെയ്റ്റൺ ഗ്രഹത്തിന്റെ ഉള്ളിൽ തന്നെ സംഭവിച്ച എന്തോ അജ്ഞാതമായ പ്രക്രിയ കാരണമായിരിക്കും അത് പൊട്ടിത്തെറിച്ചത്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്താണെന്നാൽ ശരിക്കും ഫെയ്റ്റൺ എന്നൊരു ഗ്രഹം പണ്ട് നിലനിന്നിരുന്നോ? ഇന്ന് ആസ്ട്രോയിഡ് ബെൽറ്റിൽ കാണപ്പെടുന്ന പാറക്കഷ്ണങ്ങൾ യഥാർത്ഥത്തിൽ ഫെയ്റ്റൺ പൊട്ടിത്തെറിച്ചുണ്ടായതാണോ? സൗരയൂഥത്തിനെ നമ്മൾ മനസ്സിലാക്കിയത് വെച്ച് നോക്കുമ്പോൾ ഫെയ്റ്റൺ എന്നൊരു ഗ്രഹം നിലനിന്നിരിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല. അതിന്റെ ഏറ്റവും പ്രധാന കാരണമെന്നത് പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ആസ്ട്രോയിഡ് ബെൽറ്റിലെ മുഴുവൻ ആസ്ട്രോയിഡ്സിനെയും ചേർത്ത് വെച്ച് നോക്കിയാലും അതിന് മൊത്തത്തിൽ ആകെ നമ്മുടെ ചന്ദ്രന്റെ 3 മുതൽ 4% മാസ് വരെ മാത്രമേ ഉള്ളൂ. എന്നുവെച്ചാൽ ഒരിക്കൽ ഇതൊരു ഗ്രഹമായിരുന്നിരിക്കാനുള്ള മാസ് തീരെയില്ല.
ശരിക്കും ആസ്ട്രോയിഡുകളൊക്കെ പണ്ട് സൗരയൂഥം രൂപം കൊണ്ട ശേഷം അതിൽ അവശേഷിച്ച പാറക്കഷ്ണങ്ങൾ മാത്രമാണെന്ന് പിൽക്കാലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതായത് സൂര്യനും ഗ്രഹങ്ങളുമൊക്കെ ഉണ്ടായ ശേഷം അവശേഷിക്കുന്ന പൊടിപടലങ്ങളിൽ നിന്നും ചെറിയ ചെറിയ പാറക്കഷ്ണങ്ങൾ രൂപം കൊണ്ടപ്പോഴാണ് ആസ്ട്രോയിഡ്സ് ഉണ്ടായത്. അതായത് ആസ്ട്രോയിഡ്സിന് സൗരയൂഥത്തിനോളം തന്നെ പ്രായമുണ്ട്. അതിനാൽ തന്നെ നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ ചരിത്രം പഠിക്കാനുള്ള രേഖകൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ചരിത്ര പുസ്തകങ്ങളാണ് സൗരയൂഥത്തിലെ ഓരോ ആസ്ട്രോയിഡും. എന്തായാലും ശരിക്കും ഫെയ്റ്റൺ ഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ അവസ്ഥ എന്തായിരിക്കുമായിരുന്നു? സൂര്യനിൽ നിന്നും 41 കോടി കിലോമീറ്ററുകൾക്കകലെ മാർസിനും അപ്പുറത്ത് നിലനിൽക്കുന്നതുകൊണ്ട് സാങ്കല്പിക ലോകമായ ഫെയ്റ്റൺ ഒരു തണുത്തുറഞ്ഞ ഗ്രഹമായിരുന്നേനെ. പ്ലൂട്ടോയുടെ 25% വലിപ്പം മാത്രമുള്ള ഫെയ്റ്റൺ സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹമാകുമായിരുന്നു. ഇത്രയും മാസ കുറഞ്ഞ ഒരു ഗ്രഹത്തിന് എന്തായാലും കാന്തിക വലയം ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ അന്തരീക്ഷവും ഉണ്ടായിരിക്കില്ല. കാരണം കട്ടിയുള്ള അന്തരീക്ഷത്തിനെ പിടിച്ചു നിർത്താൻ ഇത്രയും മാസ് മതിയാകില്ല. ഉപരിതലം മുഴുവൻ ചിലപ്പോൾ മഞ്ഞുകൊണ്ട് മൂടപ്പെട്ടതായിരിക്കും. ഉപരിതലത്തിൽ ജലം ദ്രാവക രൂപത്തിൽ നിലനിൽക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല. എങ്കിലും ഒരുപക്ഷെ ഉപരിതലത്തിനടിയിൽ ജലം ദ്രാവക രൂപത്തിൽ തന്നെ നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റ് ഗ്രഹങ്ങളിലോട്ട് നമ്മൾ നിരവധി പേടകങ്ങളെ അയച്ചിട്ടുള്ളതുപോലെ ഫെയ്റ്റണിലോട്ടും ഇപ്പോൾ നമ്മൾ പേടകങ്ങളെയും റോവർ വാഹനങ്ങളെയും ഒക്കെ അയക്കുമായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.